നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വീട്ടിൽ വരുന്നവരോടൊക്കെ അച്ഛൻ അഭിമാനത്തോടെ പറയും, കാർത്തിക് മിടുക്കനാ, 100-ൽ 100 മാർക്ക് അവന്. മിടുക്കന്മാരായ മക്കള് അച്ഛനമ്മമാരുടെ ഭാഗ്യമാണെന്ന് അവരും പറയും. ഭാഗ്യം ആ മകൻ കാരണമാ വയസ്സുകാലത്ത് അച്ഛൻ നെഞ്ചു പൊട്ടി കരയുന്നത്. അവനെവിടെയെങ്കിലും സുഖമായിട്ട് കഴിയുന്നുണ്ടാവും. കഴിയട്ടെ. അച്ഛനെയും അമ്മയും കൂടപ്പിറപ്പുകളെയും നിലയിലെ കയത്തിലേക്ക് തള്ളിയിട്ടിട്ട് അവ സന്തോഷത്തോടെ കഴിയട്ടെ. ദൈവം എന്ന് പറയുന്ന ഒരാള് എല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. ശപിക്കണ്ട ചേച്ചി, ഒരാളെങ്കിലും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാതെ കഴിയുന്നുണ്ടല്ലോ. അതിൽ സന്തോഷിക്കാ വേണ്ടത്. നമ്മുടെ ആങ്ങളല്ലേ. നിനക്ക് എങ്ങനെയാ മോളെ ഇങ്ങനെ പറയാൻ കഴിയുന്നത്? ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല. അച്ഛനും അമ്മയും കരയുമ്പോ കൂടെ കരയുന്നു, അത്രേ ഉള്ളൂ. അനുഭവിച്ചത് മുഴുവൻ നീയാ. ഇപ്പോഴും കഷ്ടപ്പെടുന്ന മുഴുവനും നീയാ. എന്നിട്ട് നിനക്ക് എങ്ങനെയാ അവനെ ഇപ്പോഴും സ്നേഹിക്കാൻ കഴിയുന്നത്? എന്റെ ചേട്ടനല്ലേ ചേച്ചി, കുട്ടിക്കാലത്ത് തന്നെ മുതുകിലെടുത്ത് നടന്നിട്ടില്ലേ, എന്നെ കുളിപ്പിക്ക്, ആഹാരം വാരിത്തര്, ഉറക്കൊക്കെ ചെയ്തിട്ടില്ലേ. അതൊക്കെ ഞാൻ എങ്ങനെയാ മറക്കുക? ശപിക്കണ്ട ചേച്ചി, എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിച്ചോട്ടെ. നേരം കുറെ ആയില്ലേ, നീ വെച്ചോ. ശരി ചേച്ചി, പൈസ ശരിയായാലും ഞാൻ വിളിക്കാം. അച്ഛനോട് പറഞ്ഞേക്ക്. ഹലോ പാറു. പ്രേംചേട്ടൻ ഉറങ്ങായിരുന്നു. ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ? ഇല്ല പാറു, ഞാനങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കായിരുന്നു. പാറു എന്താ ഈ നേരത്ത് ഉറങ്ങിയില്ലേ? ചേച്ചി ഇപ്പോ ഫോൺ വിളിച്ചു വെച്ചതേ ഉള്ളൂ, അതോടെ എന്റെ ഉറക്കം പോയി. എന്താ പാറു? രുദ്രപ്രതാപനും ചന്ദ്രഹാസനും വീട്ടിൽ പോയിരുന്നു അത്ര. സ്ഥലം വാങ്ങാൻ പോകുന്ന ആളെയും കൊണ്ട് വിലയൊക്കെ പറഞ്ഞു ഉറപ്പിച്ച് ചന്ദ്രഹാസൻ അയാളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയെന്നാ പറയുന്നത്. 3 ദിവസത്തിനുള്ളിൽ കാശ് കൊടുത്ത ഭൂമി നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് ചന്ദ്രഹാസൻ പറഞ്ഞല്ലേ? സമയം കഴിയുന്നതിന് മുമ്പ് അയാൾ എങ്ങനെയാ ഇതിന്റെ അഡ്വാൻസ് മേടിച്ചത്? അത് തെറ്റല്ലേ? 3 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ അച്ഛന് കഴിയില്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി സാവകാശം കൊടുത്തേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ ഭൂമി വാങ്ങാനുള്ള ആളെയൊക്കെ അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അവര് വന്നു പോയതിനു ശേഷം അച്ഛൻ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല അത്ര. അമ്മയും കരച്ചില് തന്നെയാ. എന്നെ വിളിച്ച ചേച്ചിക്ക് സമാധാനം കിട്ടും, അതുകൊണ്ടാ ചേച്ചി എന്നെ വിളിച്ചത്. എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ പേടിക്കേണ്ട പാറുന്ന് പ്രിയഞ്ചേട്ടൻ പറയണം. ഒരു കൂട്ടുകാരൻ സഹായിക്കുന്ന പ്രിയഞ്ചേട്ടൻ പറഞ്ഞില്ലേ? പ്രിയഞ്ചേട്ടൻ അയാളെ കണ്ടോ? അയാളെപ്പോഴാ ബാങ്കിൽ പണയം വെക്കാൻ ആധാരം തരിക? അവൻ നാട്ടിലില്ല, എറണാകുളത്ത് പോയിരിക്കുക. ഇന്ന് തന്നെ തിരിച്ചെത്തുമെന്നാ പറഞ്ഞത്. വന്നാൽ ഉടനെ അവൻ എന്നെ വിളിക്കും. പ്രിയഞ്ചേട്ടാ, നാളെ തന്നെ ലോൺ കിട്ടുമല്ലോ അല്ലേ? കിട്ടും പാറു. ബാങ്ക് മാനേജർ പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഡോക്യുമെന്റ്സ് കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തരും. പ്രിയഞ്ചേട്ടാ, എന്തിനാ പേടിക്കുന്നത്? ഞാനല്ലേ പറയുന്നത്, എന്നെ വിശ്വസിക്ക. വിശ്വസിക്കാനും ആശ്രയിക്കാനും പ്രിയഞ്ചേട്ടനല്ലാതെ വേറെ ആരുമില്ല എനിക്ക്.